മഹാവീരഭാവലക്ഷണം. കുംഭം അഭ്യസിക്കണം. രാവും പകലും മൗനിയായിരുന്ന് ശിവവിഷ്ണു ബ്രഹ്മമാരിൽ ഭക്തിയോടെ ഇരിക്കണം. ചിത്തത്തെ ഏകാഗ്രമാക്കി മഹാവിദ്യയിൽ മനസ്സ് സ്ഥിരമാക്കണം. ഇത് കുലമാർഗത്തിൽ മഹാവീരഭാവമായി തീരും. മന്ത്രജ്ഞനായ സാധകൻ ശക്തിചക്രത്തിലോ വൈഷ്ണവ സത്യചക്രത്തിലോ കുലദേവി കാത്യായനിയെ സേവിക്കണം. കാത്യായനി കാളി പ്രത്യക്ഷ ദേവതയാണ്. ശ്രീ പ്രദാനം ചെയ്യുന്നു. ദേവി ഉദ്യോഗത്തെ നശിപ്പിക്കുന്നു. ചിത്സ്വരൂപിയാണ്. ജ്ഞാനനിലയവും ചൈതന്യാനന്ദ സ്വരൂപിണിയുമാണ്. ഇവരുടെ കാന്തി 1000 ഇടിമിന്നലിന് സമാനമാണ്. 18 കൈകളുണ്ട്. ശിവനിലും മാംസത്തിലും അചലത്തിലും കൈലാസാദി ഇഷ്ടപ്പെടുന്നു. കുലമാർഗത്തെ ആശ്രയിക്കുന്ന സാധകൻ ഈ ദേവിയെ ആശ്രയിച്ച് മന്ത്രം ജപിക്കണം. ഈ കുലമാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. ബ്രഹ്മദേവൻ കുലമാർഗത്തിലാണ് മഹാനായത്. വിഷ്ണുവും സമർത്ഥനായത് കുലമാർഗത്തിലാണ്. ശിവനും സർവപൂജനം യജുർവേദ അധികാരി മഹാനായ വീരേശനും ഉത്തമനായ മനസ്സിനുടമയായത് ഇതേ മാർഗത്തിലാണ്. എല്ലാവരുടെയും കാലൻ ക്രുദ്ധനായവൻ മഹാബലി എല്ലായിത്തീർന്നു. വീരഭാവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ ദിക്പാലകന്മാരും രുദ്രരൂപവന്മാരായിത്തീർന്നു. ഈ ലോകം മുഴുവൻ വീരഭാവത്തിന് അധീനമാണ്. വീരഭാവം കുലമാർഗത്തിൽ അധീനമാണ്. അതിനാൽ കുലമാർഗത്തിൽ ആശ്രയിച്ച് സർവസിദ്ധീശ്വരനായി തീരാം. കൗളമാർഗ ഫലശ്രുതി. 1 മാസത്തെ അഭ്യാസം കൊണ്ട് സിദ്ധിയുടെ ആകർഷണമുണ്ടാവും. 2 മാസത്തെ അധ്വാനം കൊണ്ട് വാക്പതിയായിത്തീരും. 3 മാസം കൊണ്ട് ആനന്ദത്തിൻ്റെ വല്ലഭത്വം അറിയും. 4 മാസം കൊണ്ട് ദിക്പാലകന്മാരുടെ ദർശനമുണ്ടാവും. 5 മാസം കൊണ്ട് കാമദേവനെ പോലെ സൗന്ദര്യം വയ്ക്കും. 6 മാസത്തെ അഭ്യാസം കൊണ്ട് രുദ്രസ്വഭാവം തന്നെയായിത്തീരും. രുദ്രസ്വരൂപം തന്നെയായിത്തീരും. കൗളമാർഗമല്ലാതെ ഇത്രയും വേഗം സിദ്ധിയിൽ നേടുന്ന മറ്റു മാർഗങ്ങളില്ല. ദൃഢചിത്തരായ യോഗികൾ കുലമാർഗത്തിൻ്റെ കൃപ കൊണ്ട് 1 മാസം കൊണ്ട് തന്നെ സിദ്ധികൾ നേടുന്നു. അവർക്കും ശത്രുക്കൾ ഉണ്ടാകുന്നില്ല. ബ്രാഹ്മണ സാധകന്മാർ 6 മാസത്തെ യോഗാഭ്യാസം കൊണ്ട് പൂർണ്ണയോഗിയാവും. ശക്തിയില്ലാതെ ശിവനെ പോലെയുള്ള ഭക്തന്മാർ പോലും അസമർത്ഥനാവും. പിന്നെ മറ്റ് ജഡബുദ്ധികളുടെ കാര്യം പറയാനുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് ബുദ്ധരൂപയെ ശിവൻ സാധനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി മദ്യസാധന ചെയ്യൂ. അത് മഹാശക്തിയുടെ സേവനമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മഹാവിദ്യയുടെ ചരണകാലങ്ങൾ ദർശിക്കാൻ സാധിക്കും. തൻ്റെ ഗുരുവായ സദാശിവൻ്റെ വാക്കുകൾ അനുസരിച്ച് വസിഷ്ഠൻ സരസ്വതി ദേവിയെ സ്മരിച്ചു. പിന്നീട് മധുരയുടെ ആരാധനയ്ക്ക് വേണ്ടി കുലമണ്ഡലത്തിൽ ശാക്ത സമുദായങ്ങളിൽ പോയി. അവിടെ മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം എന്നിവയിൽ വീണ്ടും വീണ്ടും സാധന ചെയ്ത് വസിഷ്ഠൻ പുണ്യയോഗിയായി തീർന്നു. യോഗമാർഗവും കുലമാർഗവും ഒരേ മാർഗത്തിൻ്റെ രീതികളാണ്. ആദ്യം യോഗ, പിന്നെ കുലശക്തിയുടെ ധ്യാനം ചെയ്യണം. എന്നാൽ സാധകൻ സർവ്വസ്ഥിതികളും നേടും. ഈ കുലപഥം പരമാത്മാവിൻ്റെ സന്ധികാലമാണ്. ഇത് യോഗമാർഗത്തിൽ കൂടി വരുന്നു. അങ്ങനെ രുദ്രാമളം, ഉത്തരതന്ത്രം, മഹാതന്ത്രോദ്ദീപനം, ഭാവ പ്രശ്നാർത്ഥ ബോധനിർണയം, സിദ്ധിമന്ത്രപ്രകടനം, ചതുർവേദോല്ലാസം, ഭൈരവി ഭൈരവ സംവാദം 17-ാം പടലം ചുരുക്കം യോഗസാധകന്മാർക്കായി അവതരിപ്പിച്ചു. നമഃ ശിവായ.